ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നലത്തെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് 27-ാം തീയതിയാണ്. സെക്കൻഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നു മുതലാണ്. 27-ാം തീയതി മുതൽ 3-ാം തീയതി വരെയാണ് നമുക്ക് സെക്കൻഡ് വീക്കിൻ്റെ സമയം അനുവദിച്ചിട്ടുള്ളത്. ഏകദേശം 27/6/2021 ഇന്നു മുതൽ 3/7/2021 വരെയാണ് നമുക്ക് ഇത് പഠിക്കാനുള്ള സമയം, വീക്ക് 2-ന്റെ സമയം എന്ന് പറയുന്നത്. അന്ന് 3-ാം തീയതി വൈകിട്ടായിരിക്കും എന്ത് നടത്താൻ പോകുന്നത്, എക്സാം ഇതിൻ്റെ നടത്താൻ പോകുന്നത്. അപ്പം ഈ ആഴ്ചത്തെ ടൈം ടേബിൾ നിങ്ങൾ വൃത്തിയായിട്ട് നോക്കുക. വൃത്തിയായിട്ട് നോക്കിയിട്ട് കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പാടായിട്ട് തോന്നുന്നുണ്ട് എന്ന്. അത് മാറ്റാൻ നിർവാഹമില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇപ്പോഴും ഒരു കംഫർട്ട് സോണിലാണ്. 1 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കാണാതെ പഠിക്കുന്ന ആ ഒരു മോഡൽ നമുക്കിനി വേണ്ട എന്ന് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് മെത്തേഡാണ് വരാൻ പോകുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് നാളെ ഒരു സമയത്ത് വന്നാൽ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. നമ്മുടെ പ്രിലിംസ് മാത്രം കടക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, മെയിൻസ് ആണ്. അതാദ്യം നിങ്ങൾ ഉറപ്പിക്കുക. ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വരുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റ് ചാനലുകാരൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്തിനാ പഠിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പം PSC ഔദ്യോഗികമായിട്ട് ഏകദേശം പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ പാറ്റേണിന് കുറച്ച് മാറ്റം LDC മെയിൻസ് തൊട്ട് വരുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ ഇനിയെങ്കിലും മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം സിലബസിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് എഴുതാൻ പറ്റില്ല, ആ ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും കറക്റ്റായിട്ട് എഴുതാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരാഴ്ച തൊട്ട് നിങ്ങൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാലും ഒബ്ജക്റ്റീവ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാലും കാര്യം എഴുതത്തക്ക രീതിയിൽ വേണം മനസ്സിലാക്കി പഠിക്കാൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ SCERT ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വീക്ക് 2 വീക്ക് 3 ഒന്നും ഞാൻ SCERT ലിസ്റ്റ് തന്നിട്ടില്ല. ഇന്ന് തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്നത് SCERT ഈ ആഴ്ചയിലെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നാണ്. അത് ഇപ്പം ലിസ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതിന് മുമ്പ് ഈ ആഴ്ച പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? കേരള ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ആഴ്ച കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ആ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് നിങ്ങൾ ഈ SCERT ചാപ്റ്റേഴ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കണമെന്നല്ല പറയുന്നത്. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹയർ ലെവലായിട്ടുള്ള എവിടെയെങ്കിലും ഗൂഗിൾ സെർച്ചോ ഒക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. മാക്സിമം SCERT നന്നായിട്ട് പഠിച്ചതിന് ശേഷം, ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് കാര്യങ്ങൾ അടിത്തറ ഉറപ്പിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇനിയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടാത്തക്ക രീതിയിൽ വേണം പഠിക്കാൻ. അതായത് നന്നായിട്ട് തറവായി പഠിച്ചു തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ വേൾഡ് ഹിസ്റ്ററിക്കകത്ത് റെവല്യൂഷൻസ് എല്ലാം നമ്മൾ ഈ ആഴ്ച തന്നെ കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവരായിരിക്കും. ഒന്നുകൂടെ ഊന്നൽ കൊടുത്ത് നല്ല രീതിയിൽ റിവിഷന് തയ്യാറായിട്ട് തന്നെ പഠിക്കുക, നല്ല വ്യക്തമായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സും പറയുമ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കുക. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ട്. പിന്നീട് +2-ന്റെ ഒരു ചാപ്റ്ററും 8-ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൂടെ വ്യക്തമായിട്ട് പഠിക്കുക. എക്കണോമിക്സിനകത്ത് കുഞ്ഞു ടോപ്പിക്കാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അതിനും SCERT പഠിച്ചതിന് ശേഷം വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ കാണാം. ദെൻ മാത്സും ജനറൽ ഇംഗ്ലീഷും ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചറും മലയാളവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ലിസ്റ്റിലേക്ക് കടക്കാം. ഹിസ്റ്ററിയിൽ ക്ലാസ് 7 2-ാമത്തെ ചാപ്റ്റർ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. 2 ക്ലാസ് 6 പാഠം 9 മധ്യകാല കേരളം. ക്ലാസ് 9 പാഠം 7 കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ. ക്ലാസ് 7 പാഠം 8 നവകേരള സൃഷ്ടിക്കാൻ. ക്ലാസ് 10 പാഠം 10 കേരളം ആധുനികതയിലേക്ക്. ഇത്രയുമാണ് കേരള ഹിസ്റ്ററിയിൽ നിന്നും SCERT നിങ്ങൾ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ്. ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 6-ാം ക്ലാസ്സിലെ 8-ാമത്തെ പാഠം മധ്യകാല ലോകം. 9-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. 9-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ കിഴക്കും പടിഞ്ഞാറും വിനിമയ ലോകം. 10-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഇത്രയുമാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും പഠിക്കേണ്ടത്. ദെൻ എക്കണോമിക്സിൽ നിന്നും പഠിക്കേണ്ടത് 8-ാം ക്ലാസ്സിലെ 7-ാമത്തെ പാഠം സമ്പദ് ശാസ്ത്ര ചിന്തകൾ. 9-ാം ക്ലാസ്സിലെ 9-ാമത്തെ പാഠം സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. 10-ാം ക്ലാസ്സിലെ 5-ാമത്തെ പാഠം പൊതുചിലവും പൊതുവരുമാനവും. 10-ാം ക്ലാസ്സിലെ 9-ാമത്തെ പാഠം ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 2 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ട് വരേണ്ടത്. ഒന്ന് 8-ാം ക്ലാസ്സിലെ 13-ാമത്തെ ചാപ്റ്റർ വൈവിധ്യം നിലനിൽപ്പിന്. ദെൻ +2-ൽ
13ാമത്തെ ചാപ്റ്ററായ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് നിങ്ങൾ SCERT നോക്കുവാണെങ്കിൽ 13ാമത്തെ ചാപ്റ്ററും ഇനി NCERT ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചാപ്റ്റർ 15 ആണ്. 15ാമത്തെ പാഠമാണ് NCERT +2നകത്ത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്.